ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. ഹായ് ഓൾ, ദിസ് ഇസ് സ്കോക്ക്. രാവണ പ്രഭു റിലീസ് കണ്ടു. സിനിമ റിലീസ് ആവുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടാണ് പറയാൻ. കാരണം സ്പോയിലേഴ്സ് പറയുന്ന പ്രശ്നമില്ല, എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആയിട്ട് പറയാം. ഞാൻ ഈ സിനിമ 2001 തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് എക്സ്പീരിയൻസും പറയാൻ പറ്റും. ദിസ് ഈസ് റദർ ദാൻ എ റിവ്യൂ, ദിസ് മൈ എക്സ്പീരിയൻസ് ഓഫ് വാച്ചിങ് രാവണപ്രഭു. 2001 ഓണം റിലീസാണ് രാവണപ്രഭു. അന്ന് മമ്മൂക്കയുടെ രാക്ഷസ രാജാവ് വിനയൻ സംവിധാനം ചെയ്ത റിലീസാണ്, ഫ്ലാഷ് റിലീസായിരുന്നു. അപ്പോൾ ഞാനന്ന് +1 പഠിക്കാം. 2001 10th പാസ് ഔട്ട്, മെയ് കഴിഞ്ഞു, പിന്നെ +1 ചേർന്നു. അപ്പോൾ ഇത് ഓഗസ്റ്റ് 31 റിലീസ്, ഓണം റിലീസ്. അപ്പോൾ 10th ക്ലാസ് വരെ, അന്നത്തെ 90s ജീവിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, 10th ക്ലാസ് വരെ നമ്മൾ ഭയങ്കര റെസ്ട്രിക്റ്റഡാണ്. വീട്ടിൽ നിന്ന് പുറത്ത് വിടൂല, ഒറ്റയ്ക്ക് സിനിമയ്ക്ക് വിടൂല. നമ്മളൊന്ന് ലിബറേറ്റഡ് ആവുന്നത് +1 എത്തുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഈ സിനിമ ഞാൻ കാണാൻ വേണ്ടി കുറേ ശ്രമിച്ച് ഞാൻ കണ്ട്. പക്ഷേ ബിഗിനിങ്ങിൽ അന്നത്തെ പരിപാടി അറിയാലോ, ഓൺലൈൻ ബുക്കിംഗ് ഇല്ല. ടിക്കറ്റ് കിട്ടണമെങ്കിൽ കൂത്തനെ ക്യൂ നിൽക്കണം. അതും ഗ്രില്ലുണ്ടാവും. ഗ്രില്ല് കഴിഞ്ഞാൽ പിന്നെ ക്യൂ ആണ്. ആ ബിഗിനിങ്ങിലൊക്കെ ആൾക്കാർ മര്യാദയ്ക്ക് നിൽക്കും. ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ, ഇത് കറക്റ്റ് അപ്പോൾ ജീവിച്ചിരുന്ന 90s ജീവിച്ചിരുന്ന ആൾക്കാർക്ക് അറിയാം, ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് ഭീകരന്മാരും മസിൽ പവറൊക്കെ ഉള്ള ആൾക്കാർ ഈ ക്യൂ ഒന്നൊരു അവർക്ക് ബാധകമേ ഇല്ല. അവർ തള്ളി അങ്ങ് വിടും നമ്മളെ. പോരായിട്ട് സ്പൈഡർമാനെ പോലെ ഈ ഗ്രില്ലിൻ്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ അള്ളിപ്പിടിച്ച് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീട് പേരാമ്പ്രയാണ്, കോഴിക്കോട് ജില്ല. ഷാഫി പറമ്പിൽ നിന്ന് പേരാമ്പ്രയിൽ നിന്ന് അടി കിട്ടി. ഞാൻ പേരാമ്പ്ര സ്ഥലം ഓർത്തപ്പോൾ പറഞ്ഞു. അപ്പോൾ അന്ന് കോഴിക്കോട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, കാരണം കോഴിക്കോട് ഒരു ഭയങ്കര സിറ്റിയാണ്. അപ്പോൾ അവിടെ ആ പ്രായത്തിൽ 16 വയസ്സിലൊക്കെ 16-17 വയസ്സിൽ കോഴിക്കോട് ഒക്കെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനാണ്. വീട്ടിലൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖത്തം കുത്ത. അപ്പോൾ പിന്നെ നിയറസ്റ്റ് സിറ്റി പറഞ്ഞത്, അതായത് A ക്ലാസ് എന്നറിയാലോ, ABC ആണ്. ഇപ്പോൾ നിയറസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് വടകരയാണ്, A ക്ലാസ് തിയേറ്ററുള്ള. പിന്നെ പേരാമ്പ്രയ്ക്ക് B ആണ്. പിന്നെ പയ്യോളി അങ്ങനെ സ്ഥലങ്ങളൊക്കെ C ക്ലാസ്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയുള്ളൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വടകര പോകാന്നുള്ള. വടകരയാണ് കുറച്ചും കൂടെ ഡിസ്റ്റൻസും കുറവ്, കുറച്ചും കൂടെ കോംഫി വടകരയാണ്. ഇപ്പോൾ രാക്ഷസ രാജാവ് റിലീസ് ചെയ്തത് ഇവിടെ കീർത്തി മുദ്രയിൽ ടിൻ തിയേറ്ററാണ്. രാവണപ്രഭു റിലീസ് ചെയ്തത് കേരള കോയറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പപ്പു പറയുമ്പോൾ ഇത്രയും വലിയ ഭയങ്കര തിയേറ്ററാണ്, ഭയങ്കര കിങ് സൈസ് തിയേറ്ററാണ്. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക പറഞ്ഞാൽ അതും പിന്നെ +1 പഠിക്കുന്ന ഞാനാണെങ്കിൽ ഉണ്ടത്തടിയനും. അപ്പോൾ എന്നെ അവിടെ നിന്ന് ചാമ്പിപ്പോവും അതിൻ്റെ ഈ ക്രൗഡിനിടയ്ക്ക് കയറി കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ രക്ഷയില്ല. പിന്നെ എങ്ങനെയെങ്കിലും രാക്ഷസ രാജാവ് ആണെന്നുള്ള. രാക്ഷസ രാജാവിന് സംഭവം ഐ മാനേജ്ഡ്, ടിക്കറ്റ് കിട്ടി, കണ്ടു. എനിക്ക് അന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. വിനയൻ അന്ന് കത്തി നിൽക്കുന്ന സമയമാണ്. മമ്മൂക്ക, പിന്നെ കലാഭവൻ മണി വില്ലൻ. അങ്ങനെ അത് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു രാക്ഷസ രാജാവും. പിന്നീട് ആ സിനിമ ഞാൻ അധികം കണ്ടിട്ടില്ല. പക്ഷേ അന്ന് കണ്ടപ്പോൾ എനിക്ക് ദിലീപൊക്കെ ഉണ്ട്, മറ്റേ പാട്ടൊക്കെ അറിയാലോ. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിന് ടിക്കറ്റ് കിട്ടാൻ ഒരു തരവില്ല. കാരണം നമുക്ക് ക്യൂ നിന്നിട്ട് ഇത് എടുക്കാൻ പറ്റണ്ടേ. കാരണം ഇത് നമ്മളെ സഹായിക്കാനാരുമില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് രാക്ഷസരാജാവ് കണ്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞ പിന്നെ അന്ന് ഈ പേരിന് പ്രശ്നം ഉണ്ടായിരുന്നു. രാക്ഷസ രാജാവ് ആരാ? രാവണൻ. രാവണപ്രഭു ആരാ? രാവണൻ. അപ്പം അന്ന് എന്തോ ലീഗൽ ഇഷ്യൂസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് എന്തൊക്കെയോ ക്ലിയറായി. അങ്ങനെ ഏതൊരു പടത്തിൻ്റെ പേര് മാറ്റിയിട്ടാണ് പടം ഇറങ്ങിയത്. അങ്ങനെയൊക്കെ അന്ന് ബാബർ ഷോപ്പ് പോയിട്ട് വായിച്ചിട്ടുണ്ട്, നാനയിലും സിനിമാമംഗലത്തിലൊക്കെ. അങ്ങനെ ഞാൻ കണ്ടുള്ളൊരു സിനിമയാണ്. ഒരു 1 വീക്ക് 2 വീക്ക് ഓണത്തിൻ്റെ റഷ് കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് കിട്ടി. എന്നിട്ടും FDFS അല്ല, ഫസ്റ്റ് വീക്ക് അല്ല, സെക്കൻഡ് വീക്ക് അല്ല, എന്നിട്ട് പോലും തിയേറ്ററിൽ കേരള കോയറിൽ ഞാൻ ആ കണ്ട രാവണപ്രഭു പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ വേൾഡ് ആയിരുന്നു, ഔട്ട് ഓഫ് ദ വേൾഡ്. കാരണം അത്ര ഹൈപ്പ് അന്ന് സിനിമയ്ക്ക് കിട്ടുന്ന ഹൈപ്പ് നിങ്ങൾക്ക് അറിയില്ല. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവരുത്. അന്ന് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഇതേ ഉള്ളൂ സിനിമ കാണാനുള്ള. അപ്പോൾ അത്രയും ഹൈപ്പിൽ നിൽക്കുക രാവണപ്രഭു. സീൻ പടം എന്ന് പറഞ്ഞ് നിൽക്കുക. സീൻ എന്ന് പറയുന്ന വാക്കും പരിപാടി ഒന്നില്ല, ഞാൻ ഇപ്പോൾ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ഏതോ ഒരു നൂൺ ഷോ കണ്ടത്, ഉച്ചയ്ക്കുള്ള ഒരു ഷോ, ടിക്കറ്റ് കിട്ടി, ബാൽക്കണി കയറി കണ്ട പടമാണ്. അന്നുണ്ടായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അപ്പാര സാധനം. അതായത് ഔട്ട്
ആൻഡ് ഔട്ട് സാധനം, ഔട്ട് ആൻഡ് ഔട്ട്. ലാലേട്ടൻ്റെ പൂണ്ട് വിളയാട്ടം. രഞ്ജിത്ത് ആദ്യമായിട്ട് എഴുത്ത് കൂടാതെ സംവിധാനം ചെയ്യുന്ന ചിത്രം. നിങ്ങൾ ഓർക്കണം, 2000 നരസിംഹം എന്ന് പറയുന്ന സാധനം ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച സാധനം, അതിൻ്റെ ഒരു മാരകമായിട്ടുള്ള ഒരു ഓറയിൽ നിൽക്കുക. രഞ്ജിത്തായി കഴിഞ്ഞാൽ ലാലേട്ടനായി കഴിഞ്ഞാലും. അപ്പോഴാണ് 2001 രഞ്ജിത്തിനെ ഡയറക്റ്റ് ചെയ്തിട്ട് സാധനം വരുന്നത്. അപ്പം ഇത് കണ്ടപ്പോഴേ ഷാജി കൈലാസിൻ്റെ പരിപാടിയല്ല, പക്ഷേ എന്നാൽ ഷാജി കൈലാസിൻ്റെ പരിപാടി ഉണ്ടോ? അതുണ്ട്. ജോഷിയുടെ പരിപാടി അല്ല, എന്നാൽ ജോഷിയുടെ പരിപാടി ഉണ്ടോ? അതുണ്ട്. അതായത് ഷാജി കൈലാസിന് ജോഷിയിൽ ഉണ്ടായ ഒരു കൈൻഡ് ഓഫ് സംവിധാനം, അതായത് ക്ലാസ് സാധനം, മാസ് സാധനം, ഭയങ്കര ഈസ്തറ്റിക്, ഭയങ്കര പോയറ്റിക്. നിങ്ങൾക്ക് അത് ഇപ്പോഴും നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അത് ഭയങ്കര ഒരു ഫ്ലോ, ഒരു സ്പോണ്ടേനിയസ് ഓവർഫ്ലോ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സാധനം രഞ്ജിത്തിൻ്റെ ലൈഫിൽ ചെയ്ത ഏറ്റവും ഡയറക്റ്റ് ചെയ്തതിൽ ഏറ്റവും കീടുപാട് ഇതാണ്. കാരണം ഇതിൻ്റെ റിപ്പീറ്റ് വാച്ച് വാല്യൂ എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ ഒരു പടവും ഫുള്ളായിട്ടിരുന്ന് കാണാറില്ല. സീൻസ് മാത്രമല്ല, നിങ്ങളൊക്കെ അങ്ങനെയായിരിക്കും മിക്കവാറും. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട സീൻസ് ഉണ്ടല്ലോ, അത് കാണുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സീൻ അടിച്ചിട്ട് കാണുക. അല്ലാതെ പിന്നെ ഒരു ഫുൾ പടം മൊത്തം ഇരുന്നിട്ട് കാണാൻ ഇപ്പോൾ നമ്മൾ അറ്റൻഷൻ സ്പാൻ ഇപ്പോൾ ഭയങ്കര കുറവാണ്. റീൽസൊക്കെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്ഥിരം കാണുന്ന പറഞ്ഞാണ് ജോൺ വിക്ക്, ഇങ്ങനത്തെ സിനിമകൾ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവണപ്രഭുവിലെ സീൻസ് പല സീൻസും ഭയങ്കര റിപ്പീറ്റ്. എത്ര വട്ടമാണ് ഞാൻ അറിയാതെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത്, ഇപ്പോൾ FBയിലേക്ക് കഴിഞ്ഞാലൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് രാവണപ്രഭുവിലെ സീൻ വന്നു കഴിഞ്ഞാൽ അത് കണ്ടിരിക്കും, അത് കാണാൻ പോകാൻ കഴിയില്ല. അപ്പം ഇതാണ് ഒരു രാവണപ്രഭുവിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അന്ന് പിന്നെ അറിയാം, അന്ന് ചന്തപ്പറമ്പിൽ, ഉത്സവപ്പറമ്പിൽ ലാലേട്ടൻ ഈ ഫൈറ്റിനിടയ്ക്കുള്ള സാധനമല്ലോ, മറ്റേ ഈ ഡെനിമിൻ്റെ ട്രൗസറും ടീഷർട്ടും ഇട്ട തൊപ്പിയും വെച്ച സാധനം എഴുതി, അത് ലാലേട്ടൻ ഇങ്ങനെ ഒരു നിപ്പില്ല, ഇങ്ങനെ മറ്റേ ഇത് വെച്ചിട്ടുള്ള തമ്പപ്പ്. അത് ഭയങ്കര, അന്ന് ഇത് കിട്ടും ചന്തപ്പറമ്പിൽ, നമുക്ക് സാധനം കിട്ടും. പിന്നെ ഫോട്ടോ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റും. 10 രൂപ കണ്ടോ, 5 രൂപ 10 രൂപ കൊടുത്താൽ സാധനം കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ അടിച്ചാൽ നമുക്ക് സാധനം കിട്ടും. അത് അന്നത്തെ കാലത്ത് ജീവിച്ച ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. 2Ks ജെൻസി ഒന്നും മനസ്സിലാവില്ല. അവരെക്കുറിച്ച് ഞാൻ പറയാം, അവരെന്ന് സിനിമ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു സാധനം ലാലേട്ടൻ്റെ മറ്റേ കാല് ഇങ്ങനെ തുടയിലടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്ന സാധനം എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ പീക്ക് ലാലേട്ടൻ, അതായത് +1 പഠിക്കുന്ന ടീനേജ് ബോയുടെ പീക്ക് ആരാധനയാണ്. അതായത് ഫനാറ്റിക്. ആ ഒരു എന്താ പറയുക, അഡോർ ചെയ്തിട്ട് അങ്ങ്, അത് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം മരിക്കും ഞാൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലായിരുന്നു അന്ന്. ഇപ്പോഴും പിന്നെ നമ്മൾ മെച്ചുവേർഡാകുമ്പോൾ നമുക്കറിയാലോ, ദേ ആർ ആക്ടേഴ്സ് ഡൂയിങ് ഗുഡ്. സ്റ്റിൽ ലാലേട്ടൻ ഫാൻ. പക്ഷേ ഇപ്പോഴും കുറച്ച് കാലങ്ങളായിട്ട് ലാലേട്ടനെ വിമർശിക്കാറുണ്ട്. പക്ഷേ അത് ഡൈഹാർഡ് ഇങ്ങേർക്ക് നെഞ്ചിനകത്ത് എന്ന് വെറുതെ പറയുന്നില്ല, അത് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വരും. അത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ അങ്ങനെ രോമം അങ്ങനെ പൊങ്ങും, കണ്ണിങ്ങനെ നിറയും. പിന്നെ എന്തൊരാളാണ് ഇദ്ദേഹം എന്ന് തോന്നുകയും ചെയ്യും ഇത് കാണുന്ന സമയത്ത്. അപ്പോൾ അതാണ്. അപ്പോൾ അന്ന് ഓട്ടോയുടെ സൈഡിൽ ലാലേട്ടൻ്റെ ചിത്രം എല്ലാ സ്ഥലത്തും. പിന്നെ ലാലേട്ടൻ അന്ന് ധരിച്ചിട്ടുള്ള പിന്നെ ബ്രേസ്ലെറ്റ് പോലത്തെ സാധനങ്ങൾ, ഇതുപോലത്തെ കൈൻഡ് ഓഫ് ഷർട്ട്സ്, ഇത് കുറച്ചും കൂടി ഇതൊക്കെ അന്ന് അവൈലബിൾ ആയിരുന്നു. അപ്പം അന്ന് ഈ മറ്റേ ഗിവ് അവേയും അതുപോലെ തന്നെ മർച്ചൻഡൈസും ഈ ഗാഡ്ജറ്റ്സ് ഇങ്ങനെ ആക്കുന്ന പരിപാടിയൊന്നുമില്ല. അന്ന് സാധാരണക്കാർ ചന്തപ്പുറം പോയി സാധനം വാങ്ങുക. വാച്ച് കാർട്ടിയർ എന്ന് പറയുമ്പോൾ കാർട്ടിയറിൻ്റെ കോപ്പി അന്ന് നമ്മൾ അടിച്ചിറക്കിയിരുന്നല്ലോ. നമ്മൾ ചുമ്മാ ഒരു വാച്ചിട്ട് പിന്നെ വാച്ച് കാർട്ടിയറ എന്ന് അങ്ങ് പറയോ. ഇത് ഞാൻ പറഞ്ഞില്ല, ഈ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞിടാലോ, അത് പലവട്ടം ലൈഫിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് പണം കണ്ട പോലെ ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. അതൊക്കെ ലൈഫിൽ ഭയങ്കര കണക്റ്റഡാണ്. വെറുതെ പറയാം ഈ കളി ജയിക്കാൻ വേണ്ടി കളിക്കണമെന്ന്. പിന്നെ അതിൽ ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്. അതായത് ഞാൻ പറയില്ല, ഈ ജെൻസി 2Kനെ കുറിച്ച് ഞാൻ പറയാൻ പറഞ്ഞില്ലേ, ഇവരൊക്കെ മീമിൽ കണ്ടിട്ടുള്ളൂ ലാലേട്ടനെ, അല്ലെങ്കിൽ സീൻസിൽ, അല്ലെങ്കിൽ പടത്തിൽ. അല്ലാതെ തിയേറ്ററിൽ ലാലേട്ടൻ എന്തായിരുന്നു ഇവർക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഐ അപ്രീഷിയേറ്റ് ദം. ഇന്ന് ഞാൻ കണ്ടത് കോഴിക്കോട് കോർണേഷൻ ARCയിൽ കണ്ട സ്ക്രീൻ 2. അവിടുത്തെ സ്ക്രീൻ 1 കിട്ടുവാണ്, സ്ക്രീൻ 2ഉം 3ഉം ചെറുതാണ്. കാരണം ആദ്യം ടിക്കറ്റ് ഓപ്പൺ ആയത് അവിടെയാണ്. പിന്നെ ഈ കൈരളിക്കാരെ കുടിച്ച പടത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. അവരെപ്പം പടം പിന്നെ എടുക്കും, എപ്പം ഓൺലൈനിൽ ഇടും, എപ്പം ബുക്കിംഗ് ക്ലോസ് ആവും, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവിടെ എടുത്തുപോയി. പക്ഷേ 1 more I will watch. കൈരളിയിൽ 9 മണിക്ക് രാത്രിയുണ്ട്, ഞായറാഴ്ച വരെ ഷോ ഉണ്ട്. അതായത്
ഇന്ന് രാത്രി 9 മണിക്ക് ഷോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ വീഡിയോ പറയുന്ന സമയത്ത് 9 മണിക്ക് തുടങ്ങിയ ഷോ നാളെ 9 മണിക്ക് ഫുള്ളാണ്. ഞായറാഴ്ചത്തേക്ക് FU ടിക്കറ്റ്സ് ലെഫ്റ്റ്. 2 അടിച്ചിട്ട് ഒന്നുകൂടെ കാണാം. മസ്റ്റാണ്. കാരണം ഇതൊക്കെയല്ലേ ലൈഫ്. കാരണം ഇപ്പോഴത്തെ പിള്ളേരെ കണ്ടുപിടിക്കണം. അവർക്ക് മിസ്സായത് അവർക്ക് ഇപ്പോൾ അവൈലബിൾ ആകുമ്പോൾ അവരത് എൻജോയ് ചെയ്യുക. അവരാണ് മറ്റേ സടക്ക് പാട്ട് വരുമ്പോൾ അവരാണ് ഫസ്റ്റ് എഴുന്നേറ്റ് ഡാൻസ് കളിക്കുന്നത്. അത് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം. ഇപ്പം വലിയ കിങ് സൈസ് തിയേറ്ററിൽ നമ്മൾ ഇഷ്ടംപോലെ ഫാൻ പടവും റിലീസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു കുമിട്ടി തിയേറ്ററിനകത്ത് ലൈറ്റ് വിട്ട് ഡാൻസ് കളിക്കുക. ഞാൻ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ പിള്ളേരുടെ ഒറ്റയ്ക്ക് കളിക്കും ഡാൻസ്, ഒറ്റയ്ക്ക്. അതും മോസ്റ്റ് ഓഫ് ദം ആർ ഗേൾസ്. അപ്പോൾ അത് എന്ത് രസം അറിയോ? അപ്പം അത്രയും, അതായത് പക്ഷേ വെൽ കൾച്ചേർഡ്, വെൽ മാനേർഡ്. അതൊരു സിവിലൈസ്ഡ് ആയിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. അല്ലാതെ വെറുതെ കമൻസ് അടിക്കുക, അനാവശ്യമായിട്ട് പിന്നെ ചിരിക്കുക, കളിയാക്കുക, അങ്ങനത്തെ പരിപാടി ഉണ്ടായില്ല. അത് സീരിയസ് ആവുന്ന സ്ഥലത്ത് സീരിയസ് ആയിട്ട് സിനിമ കണ്ടു. ഡാൻസ് കളിക്കുന്ന സമയത്ത് ഡാൻസ് കളിച്ചു. ഇമോഷണൽ ആവുന്ന സമയത്ത് വളരെ സൈലൻ്റായിട്ട് ഇമോഷൻസ് ഉൾക്കൊണ്ടുകൊണ്ട് സിനിമ കണ്ടു. വെൽ മാനേർഡ് സിവിലൈസ്ഡ് പീപ്പിൾ. അങ്ങനത്തെ ഒരു ക്രൗഡ്, ഒരു ഓഡിയൻസിൻ്റെ കൂടെയാണ് സിനിമ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ചില ടീം വെറുതെ വന്നിട്ട് അലമ്പുണ്ടാക്കും. അത് എനിക്ക് ഉണ്ടായിട്ടില്ല. ദാറ്റ് ഐ വാസ് റിയലി ഗ്ലാഡ്. കാരണം സിനിമ കാണുമ്പോഴത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദിസ് മൈറ്റ് ബി എ ടു ലോങ് വീഡിയോ. കാരണം ഞാനിത് അങ്ങനെ റിവ്യൂ ആയിട്ട് ഇത്ര അങ്ങനെ പറയണം വേണ്ടല്ലോ. എനിക്ക് സംസാരിക്കണം, സൗകര്യമുള്ള ആൾക്കാർ കണ്ടാൽ മതി. അതൊന്നും എൻ്റെ വിഷയമേ അല്ല. ഐ ആം ടോക്കിംഗ് ഓഫ് രാവണ പ്രഭു, ഓൾസോ മൈ ടീനേജ് ലൈഫ്, പിന്നെ മൈ എക്സ്പീരിയൻസ് ഓഫ് ടുഡേ വാച്ചിങ് രാവണ പ്രഭു. അപ്പോൾ തിയേറ്ററിൽ കയറി ക്വാളിറ്റി ഭയങ്കര ക്വാളിറ്റി ഒന്നുമില്ല. 4K ആണെങ്കിലും എനിക്കറിയില്ല അതിൻ്റെ ടെക്നിക്കാലിറ്റി. ഐ ഡോണ്ട് നോ ടു മച്ച്. ചിലപ്പോൾ നമ്മൾ FRK വ്ളോഗർ ഉണ്ടല്ലോ, പുള്ളിക്കെല്ലാം അറിയായിരിക്കും ഈ പ്രൊജക്ടറിൻ്റെയും മറ്റ് സ്ക്രീനിങ്ങിൻ്റെയും ഈ ആസ്പെക്ട് റേഷ്യോ സൈസ് അതിൽ പുലിയ FRK വ്ളോഗർ. അപ്പോൾ ഞാൻ കണ്ട സമയത്ത് എനിക്ക് പലത് ഫോക്കസ് ആയിട്ട് തോന്നി, മനസ്സിലായില്ലേ? പല സീൻസും. പിന്നെ 4K വലിയ ക്ലാരിറ്റി, പക്ഷേ സൗണ്ട് അത്യാവശ്യം നല്ലായിരുന്നു. സൗണ്ട് അത്യാവശ്യം നല്ല കിടുമായിരുന്നു. പിന്നെ ഓൾറെഡി ARCയിലെ സൗണ്ട് നല്ല സൗണ്ടിങ്ങാണ് അറ്റ്മോസിൽ. അങ്ങനെ പടം തുടങ്ങി. നമുക്ക് സീൻ ബൈ സീൻ, ഡയലോഗ്സ് ബൈ ഡയലോഗ്സ്. ഇത് നരസിംഹത്തിലെ ശബ്ദരേഖട്ടിലാണ് ഞാൻ, രാവണപ്രഭുവിൻ്റെ ശബ്ദരേഖട്ടിലാണ് ഞാൻ. ഡയലോഗ്സ് സീൻ ബൈ സീൻ ഡയലോഗ്സ് ബൈഹാട്ടാം. എത്ര വർഷമായി നാലോചിക്കണം, അന്തക്കാലം മുതൽ ബൈഹാട്ടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണുകയുള്ള. പിന്നെ ഇത് നമ്മളൊരു സാധനം ഒറ്റയ്ക്ക് കാണുന്നതും ഒരു കൂട്ടാൾക്കാരെ കൂടി ഇരുന്ന് കാണുന്നതും ഭയങ്കര ഒരു സൈക്കോളജിക്കലി ഭയങ്കര ഒരു മോപ്പ് സൈക്കോളജി എന്ന് പറയുന്നത്. അതിൻ്റെ ഭയങ്കര ഡിഫറെൻ്റ് അത്. നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു സാധനം കാണുമ്പോൾ ഇല്ല, 2 ആൾ കാണുന്നത്, 10 ആൾ കാണുന്നത്, 100 ആൾ കാണുന്നത്, 500 ആൾ കാണുന്നത്, 1000 ആൾ കാണുന്നത്. അതുകൊണ്ടാണ് ഈ സ്പോർട്സ് മാച്ചൊക്കെ ചില മരപ്പൊട്ടന്മാർ പറയും, അയ്യോ ഞങ്ങൾ മെസ്സിയെ കാണാൻ പോകുന്നില്ലേ, ഞങ്ങൾ സ്റ്റേഡിയത്തിൽ കണ്ട്, ഞങ്ങൾ TV-യിൽ പോടാ. ഇവരല്ലേ മിണ്ടായിരിക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒരു മാച്ച് സ്റ്റേഡിയത്തിൽ കണ്ടിട്ടുണ്ടോ? 50,000 1 lakh ക്രൗഡിനോട് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ. ഇപ്പോൾ വീണ്ടും വിഷയം വഴിമാറി. എടാന്നും പറയണ്ട, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടോ? നേരിട്ട് മനുഷ്യൻ്റെ നഗ്ന നേത്രം കൊണ്ട്, നേക്കഡ് ഐ കൊണ്ട് കാണുന്ന പോലെ അത് 4Kയും 2Kയും മറ്റേന്നല്ല. അതാണ് കാഴ്ച മക്കളെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, തിയേറ്ററിൽ നിന്ന് ഇത് കാണുന്ന സമയത്ത് കിട്ടുന്ന എക്സ്പീരിയൻസ് പറയാം. അങ്ങനെ പടം തുടങ്ങി, അറിയാലോ, ജഗദീഷിൻ്റെ ഒക്കെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ സമയത്തുള്ള ആക്ടേഴ്സിനെ മിസ് ചെയ്യാണ്. അതൊരു സീനിൽ അവരുടെ കഴിവ് കൊണ്ടുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് പറഞ്ഞാൽ ഭയങ്കര. ഇപ്പോഴത്തെ സീനിൽ വളരെ വിരലുണ്ടാവുന്നത് എൻ്റെ 10 വിരൽ വെച്ച് ഞാൻ പറയുന്നു, ഇന്നത്തെ അറ്റ് പ്രസൻറ്റ് കറൻ്റ്ലി ഒരു സീനിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന, എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന, പെർഫോം ചെയ്തിട്ട് ഒരു സീനിനെ മികച്ചതാക്കാൻ പറ്റുന്ന നടന്മാർ 10 വിരലിൽ എണ്ണാവുന്ന താഴെയുള്ളൂ. അതിനെക്കുറിച്ച് സംസാരിക്കണം, വേറെ വീഡിയോ ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ പറയുന്നത്, ഒന്ന് ആരൊക്കെയാ മക്കളെ, ലാലേട്ടൻ മുതൽ ഇങ്ങോട്ട് വില്ലനായി കഴിഞ്ഞാലും, അതായത് നെപ്പോളിയൻ, ജനാർദ്ദനൻ, പൊന്നെ, NF വർഗീസ്, ഉണ്ണി, 2 ഉണ്ണിയോ, സായികുമാർ, ഇന്നസെൻ്റ്, ഈവൺ അന്യഭാഷയിലെ പാട്ട് പാടിക്കൊണ്ടിരുന്ന വസുന്ധരദാസ്, അവർ വരെ ഡബ്ബ് പിടിച്ചിട്ട് പോലും ചെയ്തു വെച്ചിരുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. ജഗദീഷ്, ഇതിലില്ലാത്ത ആൾക്കാരാരുള്ളത്. എന്താ പെർഫോമൻസ്, എന്ത് രസം. അതായത് ഇങ്ങനെ ഇപ്പോൾ. പിന്നെ രഞ്ജിത്തിനെ കുറിച്ച് എന്താ പറയണ്ടേ? വാട്ട് ആൻ അൾട്ടിമേറ്റ് ലെജൻഡ്.
അദ്ദേഹത്തെ പോലെ ഇത്രയും വേഴ്സറ്റൈൽ ആയിട്ടുള്ള റൈറ്റർ മലയാളത്തിൽ അറിയില്ല. ഞാനിതിനു മുമ്പ് FBയിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, മൈ ഫേവറേറ്റ് അല്ലെങ്കിൽ ടോപ്പ് 5 റൈറ്റേഴ്സ്. അതിൽ അതാരൊക്കെയാണെന്ന് ഫുള്ളായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിൽ രഞ്ജിത്ത് ഉണ്ടായിരുന്നു, ശ്രീനിവാസനും ഉണ്ടായിരുന്നു. അപ്പോൾ രഞ്ജിത്തിനെ പോലത്തെ ഒരു എന്ത് പോയറ്റിക്കാണ്, എന്തൊരു താളാത്മകമാണ് പുള്ളി എഴുതി വെച്ചിട്ട് ഡയലോഗ്സ്. പിന്നെ കുറേ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും സാധനങ്ങളൊക്കെ പിടിക്കാൻ പറ്റും. പക്ഷെ അത് ആ സമയത്ത് അതാണല്ലോ, അത് ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണല്ലോ റിഫ്ലക്റ്റ് ചെയ്യുന്നത് സിനിമയ്ക്കകത്ത്. അപ്പം ആ സമയത്ത് എന്താണ് പുള്ളിയും അങ്ങനെയാണ് ചിന്തിച്ചത് എഴുതിയതും. അത് മാറി നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര സാധനം. പൊലിയാടി മോനെ ഇപ്പം വിളിക്കാറില്ല, അന്ന് വിളിക്കും. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ പറയുന്നത്. പക്ഷേ ഭീകര സാധനം. പക്ഷെ എന്നാലും ചില ഡയലോഗ്സ് കേൾക്കുന്ന സാറ്റിസ്ഫാക്ഷൻ. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ ചില സാധനം അങ്ങനെ തന്നെ വിളിക്കണം, എന്നാലേ രസമുള്ളൂ. അപ്പോൾ രഞ്ജിത്തിൻ്റെ സച്ച് എ റൈറ്റം സച്ച് എ ലെജൻഡറി. പിന്നെ ഡയറക്ഷൻ ഓൾറെഡി പറഞ്ഞല്ലോ, എന്തൊരു സാധനം അത്. അപ്പോൾ ഇങ്ങനെ സിനിമ തുടങ്ങി. ലാലേട്ടൻ്റെ ഇൻട്രോ അത് പിന്നെ അറിയാലോ, ഏറ്റവും കൂടുതൽ റീവാച്ച് ചെയ്തിട്ടുള്ള സാധനമാണ്. ചോദ്യം അതായത് ഒരു സീനിനെ എടുത്തിട്ട് സ്വാഗും ഉണ്ട്, സ്ക്രീൻ പ്രസൻസും ഉണ്ട്, ഓറവുണ്ട്. അന്ന് ഈ വാക്കുകളൊന്നും നമ്മൾ ഉപയോഗിക്കാറൊന്നുമില്ല, പക്ഷെ നമുക്കറിയാം ലാലേട്ടനാന്ന്. അന്ന് നമ്മൾ ഇത്ര ഡിസെക്ട് ചെയ്യാറുമില്ല, ഇത്ര സ്ക്രൂട്ടിനൈസ് ചെയ്യാറില്ല. പക്ഷേ ആ ഒരു ബ്ലാങ്ക് പോയിസ് എന്ന് ഇറങ്ങി ആ തോണം ചേരിച്ചൊരു വരവൻ്റെ മോനെ അതുപോലെ തുടങ്ങി. പിന്നെ പരിപാടിയാണ്. പിന്നെ ആ സോങ് സടക്ക് ആ സോങ്ങിനും ശരിക്കും ഇപ്പോഴത്തെ പിള്ളേർ അത് ശരിക്കും അവർ ടച്ച് ദാറ്റ്, അവർക്ക് മനസ്സിലായി ഇതാണ് ലാലേട്ടൻ, ഇതാണ് പരിപാടി, ഇതാണ് രഞ്ജിത്ത്, ഇതായിരുന്നു പഴയ പരിപാടി. അതവർക്ക് റീവിസിറ്റ് ചെയ്യാൻ പറ്റി, റീവാച്ച് ചെയ്യാൻ പറ്റി, ടൈം ട്രാവൽ ചെയ്യാൻ പറ്റി. അതൊക്കെ ഭയങ്കര. പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർ എല്ലാം സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഈ പോസ്റ്റ് കൊറോണ പീരീഡിൽ ഓൾ ഓഫ് us വാണ്ട് ടു സെലിബ്രേറ്റ്. അപ്പോൾ അതിലേക്കുള്ള അവസരമാണ്. അത് തിയേറ്ററുകാർ സഹകരിക്കുന്നുണ്ട്, ഇങ്ങനത്തെ സാധനങ്ങൾ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറേ സീൻസ് ഇങ്ങനെ വന്നു പോയി. എല്ലാത്തിനും നമ്മൾ പക്ഷേ അനാവശ്യമായിട്ട് ബഹളം ഒന്നും ഉണ്ടാക്കുന്നില്ല, പക്ഷേ കറക്റ്റ് ഭയങ്കര ടൈംലി ആയിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അറിയാലോ മംഗലശ്ശേരി നീലകണ്ഠൻ, അദ്ദേഹത്തിൻ്റെ ഇൻട്രോ, അങ്ങനെ പോകുന്ന പരിപാടികൾ. പിന്നെ ഈ രേവതി മരിച്ച സീൻ, അതെനിക്ക് അന്ന് ഞാനൊരു ടീനേജറായിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അന്ന് എനിക്ക് എൻ്റെ അച്ഛൻ മരിക്കും, എൻ്റെ അമ്മ മരിക്കും പേടിയായിരുന്നു. കാരണം നമുക്കൊരു അൺവാണ്ടഡ് ആങ്സൈറ്റി ഒരു ഫിയർ ഓഫ് ലോസിങ് അവർ ലൗഡ് വൺസ് എന്നുള്ള ഒരു സാധനം ഉണ്ടാവുമല്ലോ നമുക്ക് ടീനേജിലൊക്കെ. അയ്യോ എൻ്റെ അച്ഛൻ മരിച്ചെന്ത് ചെയ്യും, അയ്യോ എൻ്റെ അമ്മ മരിച്ചാൽ. അപ്പോൾ ഞാനിങ്ങനെ അന്ന് ഞാൻ കണ്ടതാണ്. അതായത് ആ ഒരു സീൻ എങ്ങനെ രഞ്ജിത്ത് എടുത്തു വെച്ചിട്ട്, എങ്ങനെ എഴുതിയത്, എങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്. അതായത് രണ്ടാളുടെ ആത്മബന്ധം. ഇപ്പം നമ്മൾ സോൾമേറ്റ് എന്നൊക്കെ വെറുതെ കാഷ്വലി പറയാം, അതല്ല, റിയൽ സോൾമേറ്റ്സ്. അതിലൊരാൾ നമ്മളെ കൺമുമ്പിൽ സൈലന്റ് മരിക്കുക. അതിനുശേഷം ഉണ്ടാകുന്നൊരു സഫോക്കേഷൻ ഉണ്ടല്ലോ, ആ ഒരു ചോക്കിങ്, അത് ലാലേട്ടൻ എങ്ങനെയാണ് ഡെലിവറി ചെയ്തേ. അമ്മ എനിക്കിന്ന് തിയേറ്ററിൽ ഇരുന്നിട്ട് എനിക്കൊരു പാനിക് അറ്റാക്ക് പോലെ വന്നു. എനിക്ക് ഭയങ്കര സഫോക്കേഷൻ ഉണ്ടായി. അതായത് വാട്ട് ആൻ ആക്ടിങ്. അനാവശ്യമായിട്ടുള്ള ബഹളമില്ല, ഓവർ ഡ്രാമാറ്റിക് ഇല്ല, കരച്ചിലും പിടിച്ചു അയ്യോ പൊത്തോ പരിപാടിയില്ല. അവർ എൻ്റെ പ്രാണം പോയി ശിവനെ എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു ഭയങ്കര സഫോക്കേഷൻ വന്ന്. അമ്മി വാട്ട് ഐ സീൻ. രഞ്ജിത്ത് ലെജൻഡ്. അതിനൊപ്പം ലാലേട്ടൻ ആക്ടിങ്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ അഭിനയിക്കാൻ പറ്റുമോ? അത് പ്രാണം പോയിന്ന് ഫീൽ ചെയ്യുന്നേ. പ്രാണം പോയിന്ന് ഫീൽ, എൻ്റെ പ്രാണം പോയ പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അൺഫാത്തമബിൾ. ഇതൊന്നും ഇങ്ങനെ ഈ എക്സ്പീരിയൻസിലോ റിവ്യൂലൊന്നും വിശദീകരിക്കാൻ പറ്റൂല, എഴുതാനും പറ്റൂല. ജസ്റ്റ് കാണുക, ഗെറ്റ് ബ്ലസ്ഡ് അത്രേ പറയാനുള്ളൂ. പിന്നെ മറ്റേ അതിന് മുമ്പുണ്ടായ ഈ ഇൻട്രോവേർട്ടുള്ള സീനില്ലേ, ഞാൻ പറയാൻ പറ്റും. മറ്റേ ഷിറ്റ് കയറിപ്പോവും റേഷൻ കാർഡും തിരിച്ചെല്ലൽ കാർഡും. ആ സീൻ്റെ ആ സീക്വൻസ് മൊത്തം സിഗരറ്റ് ഡേവിഡ് ഓഫ് വെച്ച് കളിക്കണത്. പിന്നെ ലാലേട്ടൻ്റെ പ്രോപ്പർട്ടി യൂസിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു അതെപ്പോഴും കാണുന്ന സാധനം. അതിലെ മറ്റേ 360 ഡിഗ്രി ഷോട്ടിൽ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കളിക്കണേ. അന്നൊക്കെ റിഗ്, ഈ മറ്റേ 360 റിഗ് വെച്ച് രഞ്ജിത്ത് കളിച്ച കളിയാ. തെറിയിൽ മറ്റേ ഇയാളുണ്ടല്ലോ അല്ലിയൊക്കെ കാണിച്ച തെറിയുടെ ഇൻ്റർവ്യൂ സീൻ അറിയാലോ. അതൊക്കെ പണ്ട് നമ്മളൊക്കെ സീൻ പണ്ടേ വിട്ടാ എന്ന് രഞ്ജിത്ത് നമ്മളെടുത്ത് പറയുന്നത്, മനസ്സിലായില്ലേ? അങ്ങനെ പോകുന്ന പടം. പിന്നെ എനിക്ക് കൂടുതൽ ഫസ്റ്റ് ഹാഫ് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്ത്. കാരണം ഫസ്റ്റ് ഹാഫിൽ കുറേ സ്റ്റഫുണ്ട്. പിന്നെ മറ്റേ ഡിസ്ലറിയിലുള്ള ഫൈറ്റ്, വാട്ട് എ ഫൈറ്റ്.
ഞാൻ പണ്ട് കരാട്ടയ്ക്ക് പഠിക്കാൻ പോയ സമയത്ത് അപ്പോൾ നമ്മളെ മൈൻഡ് അങ്ങനെ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഫൈറ്റ് കാണും. സൈഡ് കിക്ക്, ഫ്രണ്ട് ബ്ലോക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കറക്റ്റ് ലാലേട്ടൻ പഴയ ഗുസ്തിക്കാരനായിരുന്നു. പക്ഷേ അതിൽ പുള്ളി എടുത്തിരിക്കുന്ന സൈഡ് കിക്കും പരിപാടി, പിന്നെ അതിലെ കോസ്റ്റ്യൂംസ് ഒരു രക്ഷയില്ല. ആ ഷൂസ്, പാപ്പരാജിനെ തൂക്കണത്, കൊല്ലണ്ടോ, ആ സാധനമൊക്കെ പിള്ളേർ മീമിലെ കണ്ടുള്ളൂ. അത് ഡയറക്റ്റ് കൺമുമ്പിൽ കാണാം. ഓ എച്ചാതി ഫൈറ്റ്. ലാലേട്ടൻ്റെ കൈ ഇങ്ങനെ സാധനല്ലേ, അതിൽ രക്തം തിളയ്ക്കുക ലാലേട്ടൻ്റെ കയ്യിൽ. ലാലേട്ടൻ ഇതുപോലെ ചോര കണ്ടോ, ഇതുപോലെ ചോര ലാലേട്ടൻ്റെ കയ്യിൽ ഇങ്ങനെ തൊട്ടാത്തെറിക്കും. പിന്നെ ലാലേട്ടൻ്റെ കൈ, എൻ്റെ കൈ ഒരുപോലെ പ്ലെയിനാ, രേഖകളൊന്നുമില്ല. ശങ്കരാടി പറഞ്ഞ പോലെ രേഖയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അത് കാണിക്കുന്ന സാധനം കണ്ണിറക്കി കാണിക്കുക. അതായത് ഒരു സീനിനെ ഒരാളെ ഒറ്റയ്ക്ക് എന്ത് രസം, അതിൻ്റെ സ്റ്റേജിങ്, ലാലേട്ടൻ കണ്ണിറക്കി കാണിക്കുന്ന പെർഫോമൻസ്, പരിപാടി. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോവാം, പട്ടപ്പട്ടപ്പട്ടയും പറയാം. പിന്നെ ഒരു ഭാഗത്ത് പിന്നെ സാക്ഷാൽ മംഗലശ്ശേരി നീലകണ്ഠൻ, ഇവിടെ കാർത്തികേയൻ, അങ്ങനെ അവരെ കോമ്പിനേഷൻ സീൻസ്. അങ്ങനെ പിന്നെ സിദ്ദിഖ് പാവം. അക്കാലത്തെ മൊണ്ണേഷ്, വേട്ടാവളിയൻ, അതായത് 2001 വേട്ടാവളിയനാണ് ഈ പറഞ്ഞ സിദ്ദിഖിൻ്റെ ക്യാരക്ടർ. അയ്യോ പാവം എന്ന് പറയാനുള്ളൂ. പിന്നെ പുള്ളി എന്നതിൽ പറയുന്നുണ്ട് ഞാൻ മെയിൽ ഷോവനിസ്റ്റാണ്. പുള്ളിക്ക് അറിയണം എന്ത് വസുന്ധരാദാസിൻ്റെ ജാനകിൻ്റെ ക്യാരക്ടർ, അതായത് ശ്രീനിവാസൻ സിദ്ദിഖിൻ്റെ ക്യാരക്ടർ, പുള്ളിക്ക് അറിയണം ആരെങ്കിലും ആയിട്ട് കളിച്ചിട്ടുണ്ടോയെന്ന്. ഞാൻ ഇന്നത്തെ ഭാഷയിൽ പറയാം. അതായത് അന്നുള്ളൊരു മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 90s മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണ് വെർജിനായിരിക്കണം. അതുകൊണ്ടാണ് പണ്ട് കല്യാണം കഴിഞ്ഞാലും ആദ്യ രാത്രിക്ക് മുന്നേ തട്ടിക്കളഞ്ഞ്. കാരണം വെർജിനായി കഴിഞ്ഞില്ലെങ്കിൽ എഴുതുന്ന ആൾക്കാർക്ക് സമാധാനമില്ല, പിന്നെ കാണുന്ന നാട്ടുകാർക്കും മലയാളികൾക്കും സമാധാനമില്ല. ഇപ്പോഴങ്ങനെയൊന്നുമില്ല. ഇപ്പം എത്ര കളി കഴിഞ്ഞാലും നോബഡി കേസ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹൂ കേസ്. ഓൾറെഡി അറിയാം, എല്ലാവരും വളരെ ഓപ്പണപ്പാണ്, റിയാലിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ജെൻസിക്കൊന്നും അതൊരു വിഷയമേ അല്ല, 2Kക്കും വിഷയമല്ല. ഇപ്പോൾ ഈ 90s അമ്മമാർക്കാണ് ഈ പറഞ്ഞ പ്രശ്നമൊക്കെ ഉള്ളൂ. അവർ ഓപ്പണായിട്ട് പറയും എനിക്ക് ഇത്ര റിലേഷൻഷിപ്പ് ഇത്ര കളി നടന്നിട്ടുണ്ട് ഒക്കെ പറയും. അത് തിരിച്ച് ബോയും പറയും, ഗേളും പറയും. എനിക്കറിയാം, ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ അന്ന് അങ്ങനെയല്ല. അപ്പോൾ സിദ്ദിഖിൻ്റെ ഈ മൊണ്ണേഷ് കുമാറിനെ ഇതറിയണം. അതുകൊണ്ടാണ് എഫ്ഐആർ ഉണ്ടായിരുന്നതായിട്ട് ചോദിക്കുന്നത്, ജാനിയെടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ പുള്ളി രക്ഷപ്പെട്ടു എന്നായി. അപ്പോൾ പറയാണ് എനിക്ക് ഒരാൾ ഇഷ്ടമായിരുന്നു, അപ്പോൾ അവരെ കാർത്തികേയന്. അപ്പോൾ പുള്ളിയാക്കി ഡൗൺ ആയി. അത് പിന്നെ ഒരു ഹ്യൂമൻ നേച്ചറാണ്, പുള്ളി പെട്ടെന്ന് ഡൗൺ ആയി. അത് മാത്രമല്ല അങ്ങോട്ട് ക്രഷ് അടിച്ചിട്ടും ഇങ്ങോട്ട് മൈൻഡാക്കിയില്ല പറയുമ്പോൾ പുള്ളി ഭയങ്കരനായിരിക്കുമല്ലോ. അപ്പോൾ ഒരു പുരുഷനായാലും സ്ത്രീയായി കഴിഞ്ഞാൽ ആരെയും കഴിഞ്ഞാൽ ഏത് ജെൻഡറിൽപ്പെട്ട ആൾക്കാരെ കഴിഞ്ഞാലും ഒരാൾക്ക് ഭയങ്കര ഹ്യൂമിലേറ്റ് ആവുന്ന ഒരു സംഭവമാണ് എന്ത്, അതായത് നമ്മൾ കറൻ്റ്ലി ലവ് ചെയ്യുന്ന ആൾ പ്രീവിയസ്ലി ഇപ്പോൾ എക്സ് ഭയങ്കര ദുഷ്ടനായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ദുഷ്ടത്തെയായിരുന്നു, അവളെ കൊള്ളൂല അല്ലെങ്കിൽ അവൻ കൊള്ളൂല എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡാണ്. എന്നിട്ട് അവൻ ഭയങ്കര നല്ലതായിരുന്നു അല്ലെങ്കിൽ അവൾ ഭയങ്കര നല്ലതായിരുന്നു, സ്റ്റിൽ വി ഡിപ്പാർട്ടഡ് എന്നാണ് ഇന്ന്. ഓഹോ അപ്പോൾ അവൻ നല്ലതായിരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അത് ഹ്യൂമൻ സൈക്കോളജി, നമുക്കൊരു അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അന്ന് രഞ്ജിത്ത് എഴുതി വെച്ച സാധനം ഭയങ്കര ഒരു മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടുള്ള, ഒരു വെർജിനിറ്റിയിൽ വിശ്വസിക്കുന്ന, ഒരു സംശയരോഗിയായിട്ടുള്ള ഒരു മൊണ്ണേഷ് കുമാർ. പക്ഷേ സിദ്ദിഖ് അടിപൊളി ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് അന്യ ആക്ടറാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ദ വേൾഡ് നോസ് ദാറ്റ്. ഇപ്പോൾ സിദ്ദിഖിൻ്റെ പെർഫോമൻസ്, പക്ഷേ സിദ്ദിഖിൻ്റെ ക്യാരക്ടർ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുക. ജാനകി ഇംപ്രസ് ചെയ്യാനും രാവണൻ, അതായത് ലാലേട്ടൻ കളിച്ചിട്ടുണ്ടോ എന്നറിയാനൊക്കെ ചോദിച്ചിട്ട്, പിന്നെ പഴയ പരിപാടിയല്ല, ഒരാളെ കൂടെ കുറച്ച് ദിവസം പോയി കഴിഞ്ഞാൽ തീർന്നു. ഇപ്പോൾ ഇതാ പിള്ളേർ ട്രിപ്പും പോവും, മറ്റേ വീഡിയോ എടുത്തതും ഇൻസ്റ്റയിൽ പോസ്റ്റും ചെയ്യും. ആ പെണ്ണ് നാളെ കല്യാണം കഴിക്കുകയും ചെയ്യും. ഒരു നോബഡി കേസ്. അപ്പോൾ അതൊരു കാലഘട്ടത്തിൻ്റെ ഒരു വ്യത്യാസം, ട്രാൻസിഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയും. കാലം മുന്നോട്ട് പോകുന്നതോറും സെൻസിബിലിറ്റി മാറിക്കൊണ്ടിരിക്കും. അതായത് മൈത്രേനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. മൈത്രേനൊക്കെ ഒരു 100 കൊല്ലം കടന്നിട്ട് ഇപ്പോൾ പറയുന്നത്, അതുകൊണ്ട് നാട്ടിലെ പൊട്ടന്മാർക്ക് മനസ്സിലാവില്ല. അപ്പം അങ്ങനെയാണ്. അപ്പോൾ സിദ്ദിഖിൻ്റെ ക്യാരക്ടർ അങ്ങനെ പോയി പിന്നെ ഹാവ് എ ട്രീ ബാഗ്. ഞാൻ തന്നെ ഒരു ബ്രേക്ക് എടുത്താം, കാരണം ഇത്രയും സമയം സംസാരിക്കുന്നത് ഒരു കട്ടുമില്ല കേട്ടോ, ഈ വീഡിയോയ്ക്ക് ഒരു കട്ടയില്ല. അപ്പോൾ കുറേ സമയം സംസാരിച്ചപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുത്താം. വെൽക്കം ബാക്ക്. ദിസ് മൈറ്റ് ബി എൻ്റെ ലോങ്ങസ്റ്റ് വീഡിയോ ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, ഇതിൻ്റെ ഡ്യൂറേഷൻ കണ്ടിട്ട്. അപ്പോൾ ഇതിൽ വേറെ സംഭവം ഞാൻ പറയാൻ വിട്ട സംഭവം, ഈ സടക്ക് സോങ് കഴിഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ എൻജോയ് ചെയ്തിട്ട് ലാസ്റ്റ് സോങ് കഴിഞ്ഞ് നമ്മൾ ഗാനമേളയ്ക്ക് കൈയടിക്കുമല്ലോ, അതുപോലെ കൈയടിക്കുന്ന സമയത്ത് ജനാർദ്ദനൻ പടമായിട്ട് മട്ടത്ത് കയറി ചുമലിരിക്കുന്ന, അതെനിക്ക് ഭയങ്കര ഐറോണിക്കലായി തോന്നി. അത് ആൾക്കാർ കൈയടിക്കുന്ന സമയത്ത് ഒരാൾ മട്ടത്ത് കയറിയിരിക്കുക. പിന്നെ ഇതിൽ ചെറിയ ചില സ്കോറിനൊക്കെ ബീറ്റ് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോഴത്തെ പരിപാടിയുണ്ടല്ലോ ബീറ്റ് ഇടല്, ചെറിയ 1-2 സീന്, അല്ലാണ്ടൊക്കെ OG ഇത് തന്നെയാണ്. പിന്നെ മറ്റേ കാതൽ ദിനം എന്ന് പറഞ്ഞ പടമുണ്ട് ARR ചെയ്ത്, അതിലെ സാധനമാണ് കറക്റ്റ് രാജാമണി ഇതിൽ ചെയ്തിരിക്കുന്നത്. ഐക്കോണിക് ഇതിലെ 6 സ്കോർ ഉണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അത് കാതൽ ദിനത്തിൽ ഓൾറെഡി ARR ചെയ്ത സാധനം. പക്ഷെ അത് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. ഇപ്പം നമ്മളെ ഷെട്ടിയുടെ സാധനം ചെയ്തിട്ടുണ്ടല്ലോ FIRൽ, അതുപോലെ അതൊന്നൊരു കുഴപ്പമില്ലേ. പിന്നെ പി സുകുമാറാണ് DOP, ഒക്കെ ലെജൻഡറി ടീമാണ്. പിന്നെ രഞ്ജൻ അബ്രഹാം എഡിറ്റിങ്, സുരേഷ് പീറ്റേഴ്സ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് പരിപാടി. എനിക്ക് ഫസ്റ്റ് ഹാഫ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സീനും വരുമ്പോഴും അതിന് കിട്ടുന്ന ഹൈ, ആ മൊമെൻറ്റം. സെക്കൻഡ് ഹാഫ് വന്നിട്ട് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട്, പിന്നെ മറ്റേ ലേലം വിളിയും പരിപാടിയൊക്കെ അറിയാലോ, അതിൻ്റെ ടെൻഷനും പരിപാടിയൊക്കെ ആയിട്ട്, പിന്നെ അരി വറക്കല്ലേ, പിന്നെ ആപ്പച്ചട്ടിൽ അരി വറക്കല്ലേ പറഞ്ഞിട്ട് അങ്ങനെയുള്ള പരിപാടികൾക്ക് ആയിട്ട്, പിന്നെ മറ്റേ ചിക്കാം ചീക്കപ്പെണ്ണ അങ്ങനെയാണ് തോന്നുന്ന വരി, അതിൽ പിള്ളേർ ഡാൻസ് കളിക്കാൻ പോയി. പക്ഷേ അതിൻ്റെ ബീറ്റ് സെറ്റായില്ല. ഡാൻസ് കളിക്കണ ബീറ്റ് വേണം, മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ എനിക്കൊരു സജഷൻ തോന്നുന്നത് ആ പാട്ട് റീമിക്സ് ചെയ്തിട്ട് ഇട്ടാൽ മതിയായിരുന്നു. ബീറ്റും കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിള്ളേർ ഡാൻസ് കളിച്ചേന്. ബീറ്റില്ലാത്ത പ്രശ്നം, ബീറ്റ് വേണം, ബീറ്റ് മുഖ്യം അല്ലേ. അപ്പോൾ അവർ പോയി ഫോട്ടോ ഒക്കെ എടുത്ത്, വീഡിയോസൊക്കെ എടുത്ത് തിരിച്ചു വന്നു. പിന്നെ ഈ ജാനകിയായിട്ടുള്ള കുറച്ച് ലവ് സീൻസ് ക്രിഞ്ചാണ്, പക്ഷേ അത് ആ സമയത്തുള്ള കാര്യമാണല്ലോ, അത് സംഭവം മാനേജ്ഡ് ഇതിനകത്ത്. പിന്നെ ഇതിൽ കുറച്ച് പോർഷൻസ് കട്ട് ചെയ്ത് കുറച്ച് ട്രിമ്മാക്കി വലിയ എന്താ പറയുക, ചില സീൻസൊക്കെ ഒഴിവാക്കിയിട്ട് സെറ്റാക്കിയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അന്നും ഇന്നും ലാലേട്ടൻ മരിക്കുന്നത് കാണാൻ വലിയ താല്പര്യമില്ല. അത്രയും ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമില്ല. ഞാൻ എസ്പെഷ്യലി അന്ന് തിയേറ്ററിൽ നിന്നത്, അതുകൊണ്ടാണ് എനിക്ക് പ്രീ വാച്ച് ചെയ്യാൻ ഭയങ്കര പാടായി സിനിമ കംപ്ലീറ്റ്ലി. ലാലേട്ടൻ രാജേന്ദ്രൻ്റെ വിജയരാമൻ്റെ കഴുത്തിന് മറ്റേ കത്തിയരാണില്ലേ, അതുവരെ ഞാൻ കാണാറുള്ളൂ. ഈവൺ ആഫ്റ്റർ ദാറ്റ് ലാലേട്ടൻ തീ പിടിച്ച് ഇതാക്കണം കാണാൻ താല്പര്യം. അതിനുശേഷം പിന്നെ സിനിമയില്ല. കാരണം പിന്നെ ലാസ്റ്റ് ശേഖരൻ നന്മ പോരാ. പിന്നെ ശേഖരൻ പറഞ്ഞതിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതായത് ഒരു പരസ്പരം ഒത്തുപോകില്ല ശേഖരൻ പറഞ്ഞ കാര്യം. കാരണം പരസ്പരം കൊന്നു തീർക്കാനാണെങ്കിൽ പണ്ടേ ആവാമായിരുന്നു പറഞ്ഞാൽ ഇത് ശേഖരൻ തന്നെയാണ് വെടിവെച്ചത്, എന്നിട്ട് കുഞ്ഞനന്തം മരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ കുറേ കോൺട്രഡിക്ഷൻ പടത്തിനകത്തുണ്ട്. പിന്നെ ക്ലൈമാക്സിൽ കാർത്തികൻ ഒന്നും ചെയ്യാനില്ല. ഓൾറെഡി രാജേന്ദ്രനെ ലാലേട്ടൻ നീലാണ്ടൻ തട്ടി. പിന്നെ മറ്റേ പെട്രോളായിട്ട് വരുന്ന NF വർഗീസ്, ഇതിൻ്റെ ടങ്കക്കാരൻ, അത് കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. അതെനിക്ക് അന്ധപ്രായത്തിൽ കണ്ടപ്പോഴേ എനിക്ക് ഡൈജസ്റ്റ് ആവാത്ത സാധനം. അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ്ലി എനിക്ക് അത് ക്ലൈമാക്സ് വാസ് ടു ലോ, ഡൽ. മറ്റേ മംഗലശ്ശേരി നീലകണ്ഠൻ മരിച്ചവിടെ കഥം ഗയ ഗുഡ് ബൈ. ഞാനും തിയേറ്ററിൽ ശ്രദ്ധിച്ച്, കുറേ പേര് അതിന് ശേഷം ഇറങ്ങിപ്പോയി. പിന്നെ അവർക്ക് കാണാൻ താല്പര്യമില്ല. നീലകണ്ഠൻ മരിച്ചിട്ട് പിന്നെ എന്ത് കാർത്തികേയൻ. അപ്പം അത് രഞ്ജിത്തിനൊന്നും മറ്റേ എന്താ പറയുക, തിരുത്താനും കറക്റ്റ് ചെയ്യണമെന്ന് നമ്മളാളല്ലേ. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. അത് കുറച്ചും കൂടി ഇപ്പോൾ മറ്റേ സച്ചി പറഞ്ഞ പോലെ കലങ്ങി തെളിയണം, ആര് സാധനം പിടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ എന്നാലും സാരമില്ല. മറ്റേ ഇയാളെ മുണ്ടക്കൽ ശേഖരൻ ഭൂലോകം ഇതാണ്, ചൊറിയനും പകയൊക്കെ വെക്കുന്നൊരു സ്നേക്കാണ്. രാജേന്ദ്രൻ അതിലും വലിയ ചെറ്റാണ്. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് ഒരു ക്ലൈമാക്സ് ആയിരുന്നെങ്കിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയേനെ. കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ മുന്നേ, ആ ഒരു എക്സ്പീരിയൻസ് കിട്ടി. ലാസ്റ്റിലത്തെ ഈ ഭാഗം എനിക്ക് ഇപ്പോഴല്ല കേട്ടോ, എനിക്ക് അന്നേ തോന്നി. പിന്നെ ഇതെനിക്ക് ഫോഴ്സ്ഡായിട്ട് തോന്നി. മറ്റു കാര്യം ഒടുൽ ഉണ്ണികൃഷ്ണൻ മോനായിട്ട് മധുപാലനെ കൊണ്ടുവന്ന ആ സീനെന്ന് വെച്ചിട്ടുണ്ടാകും. എല്ലാം ഇങ്ങനെയൊന്ന് അടുക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതൊക്കെ അൺവാണ്ടഡ് സീൻ. അതെനിക്ക് ഇപ്പം തോന്നിയില്ല, അന്ന് ഞാൻ +1 പഠിക്കുമ്പോൾ എനിക്ക് അന്ന് തോന്നിയ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ ലാലേട്ടൻ മരിച്ചത് അന്നൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അത് നീലകണ്ഠൻ മരിച്ചോ, പക്ഷേ എഴുത്താണി കത്തി വെച്ച് രാജേന്ദ്രൻ്റെ കഴുത്ത് ബുന്നാക്കി. പക്ഷെ എന്നാലും മലപ്പാലിണ്ടോ ചെങ്ങനെ സാധനല്ലേ, അതൊക്കെ അന്യ സാധനമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് ഓഫ് വാച്ചിങ്. പടം കണ്ടു കഴിയുമ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ആദ്യത്തെ 1 മണിക്കൂർ ഒന്നും പോയത് അറിഞ്ഞിട്ടില്ല. ഞാൻ പടം തുടങ്ങിയെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ പല തീട്ടപ്പടങ്ങളും എല്ലാ തീട്ടപ്പടങ്ങളും കാണാൻ പോകുന്നതാണ് ഞാൻ. ഇതൊക്കെ കാണാൻ പോയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ സമയം നോക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കും പേശ 1/2 മണിക്കൂറേ ഉണ്ടെന്ന്. അപ്പോൾ 10 മിനിറ്റ് ആയിട്ട് ഉണ്ടാവില്ല. അവിടെയാണ്
ഈ സിനിമയൊക്കെ കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സമയം നോക്കിയതാണ്. വെറുതെ മൊബൈൽ അടിക്കുമ്പോൾ ഓണാക്കി വെക്കുന്ന ശീലം നമുക്കുണ്ടല്ലോ. 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വിചാരിച്ച പടം തുടങ്ങി കുറച്ച് മറ്റേ മണിയമ്പറപ്പ് വിഷു ആണ് ഇപ്പം നമ്മൾ മാപ്ര എന്ന് വിളിക്കുന്നുണ്ടല്ലോ അതേ പ്രവർത്തകരെ. അന്ന് രഞ്ജിത്ത് ഇസാൻ എഴുതി വെച്ചിട്ടുണ്ട് മണിയമ്പ്ര പുരുഷോത്തമൻ മാപ്രു. ഇപ്പോഴാണല്ലോ നമ്മൾ മാപ്ര വന്നത്. അങ്ങനെ കുറേ ഉണ്ട്. ലെബനീസ് അങ്ങനെ പറയണേ കുറേ ഉണ്ട്. ലെബനീസ് ഇപ്പം LGBT എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. ഇപ്പോൾ ലെബനീസ് നിന്ന് റഷ്യം എൻ്റെ അമ്മനെയോ റഷ്യം വേണം എന്ന് ചോദിക്കുന്ന സമയത്ത് ലെബനീസ് ഉണ്ണി പറയുന്നുണ്ട്. 2 ഉണ്ണിയോ ആ ഉണ്ണി സൈക്കും പറഞ്ഞ ക്യാരക്ടർ. അങ്ങനെ കുറേ അന്ധകാലത്ത് എഴുതിയ സാധനം ഇപ്പോഴും കോൺസെൻറ്റല്ലേ. പിന്നെ ഞാനായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് പറയാം ഒരു അനാഥനായി അപ്പോൾ അനാഥരണ്ണെ ഗുണ്ടകളിൽ അത് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുന്നതാണ്. അത് പിള്ളേരത് കണക്ട് ചെയ്തിട്ട് അവർക്കത് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ്. ഞാൻ ഈ അടുത്ത് ക്ലബ് FM RJ സിഗയ്ക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അടുത്തല്ല, കഴിഞ്ഞ ഓണത്തിന്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാണ് ഒരു 3 സിനിമ പറയാൻ, റിലീസ് കാണാൻ താല്പര്യമുള്ള 3 സിനിമകൾ. ഞാൻ പറഞ്ഞിട്ടുള്ളത് നരസിംഹം ഞാൻ എല്ലാ സിനിമകളെക്കാളും മുകളിൽ പറയുകയാണെന്നറിയോ. നരസിംഹം ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. അത് ഈ ക്ലൈമാക്സിലുള്ള ഈ ഒരു അലക്കുലത്തില്ല, ഒന്നുമില്ല. പിന്നെ മമ്മൂക്കയുണ്ട്. അതൊരു ഞാൻ പറയുന്നത് ക്ലാസിക് മറ്റേ ഇപ്പോൾ 6-ാം തമ്പുരാൻ ഭയങ്കര ക്ലാസ് ആയിട്ടുള്ള പടമാണ്. നരസിംഹം അതല്ല. പക്ഷെ തിയേറ്ററിൽ നിന്ന് കാണാൻ പറഞ്ഞാൽ മക്കളെ നിങ്ങൾക്കത് അറിയാത്തോണ്ടാ. നരസിംഹം ഞാൻ തിയേറ്ററിൽ കണ്ടുള്ള ആളാണ്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ 2000 ഞാൻ തിയേറ്ററിൽ കണ്ടുള്ള ആളാണ്. അപ്പം അതാ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അറിയില്ല സാധനം. അത് നരസിംഹം തിയേറ്ററിൽ നിന്ന് കാണും. 2020 പിന്നെ തിയേറ്ററിൽ നിന്ന് മിക്ക ആൾക്കാരും കണ്ടു കാണും. കുറച്ച് ഇപ്പുറത്തേക്കുള്ളല്ലേ. അപ്പം ഞാൻ 3 പടം പറഞ്ഞു. നരസിംഹം, 2020 രാവണപ്രഭു. പിന്നെ 2020 മമ്മൂക്ക് പണിയാണ്, എന്നാലും കുഴപ്പമില്ല. പിന്നെ നടക്കുന്ന ഒരു ഡിബേറ്റാണ് മമ്മൂക്കയുടെ സിനിമകൾ എന്തുകൊണ്ട് റിലീസ് ചെയ്യുമ്പോൾ ഹിറ്റാവുന്നില്ല. ഇപ്പോൾ സാമ്രാജ്യത്തിൻ്റെ കട്ടൗട്ടൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ നോബഡി കേസ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ദിസ് മാൻ ഈസ് ദിസ് മാൻ ലാലേട്ടൻ. കാരണം പുള്ളി ഒരു ഈവൻ ഹലോ എന്ന് പറയുന്ന സിനിമ റിലീസായപ്പോൾ ഞാൻ കാണാം. ഒരു സീൻ, അധിപനിലൊരു സീനുണ്ട്, ഒരു മോതിരം കൊടുക്കണ സീന്, മോതിരം ഉരുത്തരാൻ പറയുന്ന സീൻ. ഒരു സീനിൽ പെർഫോം ചെയ്യാൻ ലാലേട്ടൻ കൊടുക്കണ സാധനം ഉണ്ടല്ലോ, അൺമാസ്ഡ്. അത് യു കാൺ കമ്പയർ, ഡോട്ട് ഡൈ ടു കമ്പയർ ലാലേട്ടൻ. പിന്നെ എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്, അതൊക്കെ ഭയങ്കര, അതൊക്കെയാണ് 4th വാൾ ബ്രേക്കിംഗ്. അല്ലാതെ ഹാവ് എ ടീ ബ്രേക്ക് മാത്രമല്ല. മനസ്സിലായില്ലേ? കുറച്ച് കാലം മുമ്പ് എമ്മേനും ഗ്ലാമർ എന്ന് പറയുന്നത് അതൊക്കെ തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അതിൻ്റെ കിക്ക്. അപ്പോൾ ഇതൊക്കെയാണ്. ഞായറാഴ്ച കൈരളി ബിഗ് സ്ക്രീനിൽ ചിലപ്പം മൂഡ് പോലെ 2 അടിച്ച് ഒന്നുകൂടെ കാണും. ഇതൊക്കെയല്ലേ ലൈഫ് മക്കളെ, അല്ലാണ്ട് വേറെന്ത്. അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരെ കണ്ടു പഠിക്കണം. ഓക്കെ, സോ ദിസ് ഈസ് ഫ്രം എ ടീനേജ് ഫാൻ ബോയ് ആൻഡ് സ്റ്റിൽ എ ഫാൻ ബോയ് ഓഫ് ദ മൈറ്റി വൺ ആൻഡ് ഓൺലി മൈ ലാലേട്ടൻ.